ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവാൻ. കുരിശിൻ്റെ വഴി നടക്കുന്ന ക്രിസ്തു ഭാരമുള്ള കുരിശാണ് ചുമക്കുന്നത്. അതിനിടയിലും ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് തൻ്റെ അടുത്ത് വരുന്നവരെ, പ്രത്യേകിച്ച് സ്ത്രീജനങ്ങളെയൊക്കെ. കരയുന്ന ആ സ്ത്രീജനങ്ങളോട് കരയേണ്ടെന്നാണ് പറയുന്നത്. ആശ്വസിപ്പിക്കുന്ന ക്രിസ്തു. തകർന്നു പോകുന്ന നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. 9ൽ പഠിക്കുമ്പോൾ എൻ്റെ അപ്പച്ചൻ ക്യാൻസർ ബാധിച്ച് 2-3 മാസത്തെ ഹോസ്പിറ്റൽ ജീവിതം കഴിഞ്ഞ് ജനറൽ ഹോസ്പിറ്റലിൽ അവസാന ശ്വാസം വലിക്കുന്ന ഒരു നിമിഷമുണ്ട്. ഏകനായി എൻ്റെ അമ്മച്ചിയുടെ കൂടെ, എൻ്റെ പെങ്ങളുടെ കൂടെയൊക്കെ നിൽക്കുന്ന നിമിഷം. ഏകനായി പോകുന്ന, ആശ്വസിപ്പിക്കാൻ വെമ്പുന്നൊരു ഹൃദയമുള്ള നിമിഷം. പല മക്കളുടെ ആത്മഹത്യയുടെ കഥകൾ കേട്ടിട്ടുണ്ട്. എൻ്റെ കരങ്ങളിലൂടെയും കുറച്ചുപേരും കടന്നു പോയിട്ടുണ്ട്. എൻ്റെ കൂടെ പഠിച്ച ലിസുവിനെ ഇപ്പോൾ ഓർക്കുന്നുണ്ട്. 2 വർഷം ഒരുമിച്ച് പഠിച്ചിട്ട് ജീവിതത്തിൻ്റെ പ്രതിസന്ധി വന്നപ്പോൾ ജീവിതം അവസാനിപ്പിച്ച് കടന്നുപോയി. സഹായിക്കാൻ കഴിഞ്ഞില്ലല്ലോ. ഹെൻറി ന്യൂമാൻ തൻ്റെ ജീവിത കഥ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. കടലിൽ യാത്രയിൽ അകപ്പെട്ടു പോയപ്പോൾ, ദൂരെ കാഴ്ചകൾ കാണാൻ പറ്റായപ്പോൾ ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചു, പ്രകാശം എന്നെ നയിക്കണമേ, ഒരു സ്റ്റെപ്പ് വയ്ക്കാൻ എന്നെ പഠിപ്പിക്കണമേ. ജീവിതത്തിൽ സംഘർഷത്തിൻ്റെ നിമിഷത്തിലാണ് അവൻ ആ പാട്ട് എഴുതിയത്. ആംഗ്ലിക്കൻ ചർച്ചിൽ നിന്ന് ക്രൈസ്തവ സഭയിലേക്കുള്ള ഒരു യാത്ര അവിടെ നടക്കുന്നുണ്ട്. ഫ്രാൻസിസ് പാപ്പ വളരെ മനോഹരമായിട്ട് പറഞ്ഞു വയ്ക്കുന്ന ഒരു വരിയുണ്ട്. പ്രത്യാശയോടെ, വിശ്വാസത്തോടെ ഒരു സ്റ്റെപ്പ് വെച്ചാൽ അവിടെ പ്രകാശം കാണുമെന്ന്. ലൂമൻ ഫേദയി എന്ന ബുക്കിൽ എഴുതി വെച്ചതാണ്. ജീവിതം തകരുമ്പോഴൊക്കെ വിശ്വാസത്തോടെ സ്റ്റെപ്പ് വെച്ചാൽ ക്രിസ്തുവിൻ്റെ പ്രകാശത്തിൽ നമുക്ക് നടക്കാൻ പറ്റും. ജീവിത ചിന്ത ഇതാണ്. തകർന്നു പോകുമ്പോഴൊക്കെ, തകരുന്നവരെയൊക്കെ കാണുമ്പോഴൊക്കെ അവരെയും കൈപിടിച്ച് പ്രത്യാശയോടെ കുരിശിൻ്റെ വഴിയിൽ നടന്നാൽ പ്രകാശമുണ്ട്, കാലുരിക്കപ്പുറത്തുള്ള ഉയർപ്പുണ്ട്. കർത്താവെ, പ്രത്യാശയോടെ നടക്കാൻ, കാരുണ്യം സ്വീകരിച്ച് നടക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ.